ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡീസ് വേൾഡ്. ഇന്ന് എനിക്കൊരു കുമ്പളങ്ങ കിട്ടി. അത് വെച്ചിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പം ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫ് പോർഷനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഹാഫ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ ചെത്തി അതിനെ ഒന്ന് ചെറിയ പീസസ് ആക്കി എടുക്കണം. അപ്പോൾ ശരി, ഞാൻ അങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഒരു ചെറിയ ബൗളിൽ തോരൻ പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് കൂടി എടുക്കണം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുമ്പളങ്ങ എപ്പോഴും അരിഞ്ഞതിന് ശേഷം കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതാ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ ആ ഒരു കറയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഈ തോരൻ പരിപ്പും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് തോരൻ പരിപ്പ് ഒരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാം. വെച്ചില്ലെങ്കിലും സാരമില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ പ്രഷർ കുക്കറിലേക്ക് ഇടാം. കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ പീസസ് ആക്കണമെന്നില്ല, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ തക്കാളി, ഒരു വലിയ തക്കാളി എടുക്കാം, അതും ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പൊടികളാണ്. അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അത് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒരു നെകക്ക് മാത്രം മതിയാകും, ഒരുപാട് വെള്ളം വേണ്ട. ഇങ്ങനെ നെകക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിമിലോട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും. അപ്പോൾ ഞാനിതാ ഇവിടെ കുക്കർ ഒന്ന് തണുത്തതിന് ശേഷം തുറന്ന് 2 വിസിലാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം. ഈ ഒരു പറഞ്ഞ സമയമേ വേണ്ടി വരുന്നുള്ളൂ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുകയേ വേണ്ടൂ. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അധികം വേറെ കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ ലഞ്ച് കുശാലായി. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. താളിക്കാനായിട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പം കടുക്, ഉള്ളി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കൂടെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു സ്പെഷ്യൽ മണം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ മണം കിട്ടാനായിട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ കായപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇനി ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് താളിച്ചൊഴിച്ചത് കൂടി ചേർക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് രാവിലെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ വളരെ എളുപ്പം ജോലിയൊക്കെ തീരും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഈ കുമ്പളങ്ങ ചില്ലറക്കാരനൊന്നുമല്ല. ഇതിനകത്ത് ധാരാളം ഫൈബർ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അയൺ റിച്ചായിട്ട്, വളരെ റിച്ചായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ സി തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ വൈറ്റമിൻസുകളും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ കുമ്പളങ്ങ. പിന്നെ ഈ കുമ്പളങ്ങ നീര് പതിവായിട്ട് വെറും വയറ്റിൽ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിന് വളരെ കൺട്രോൾഡ് ആവും. ഡയബറ്റീസൊക്കെ വളരെ കൺട്രോൾഡ് ആവും. പിന്നെ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ ഇതുപോലെ വെറും വയറ്റിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് പ്രോബ്ലംസിനൊക്കെ ഒരുവിധം പരിഹാരമാകും. അപ്പം അതിൻ്റെ അപ്പം കുമ്പളങ്ങയുടെ ആ നടുക്ക് ഭാഗത്തുള്ള ആ ഒരു ഫ്ലഷ് ആയിട്ടിരിക്കുന്ന ആ ഒരു സംഗതി വേണം എടുത്ത് ജ്യൂസ് അടിക്കാനായിട്ട്. അനീമിക് കണ്ടീഷൻസ്, വിളർച്ചയൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു അവസരങ്ങളിൽ വളരെ നല്ല ഒരു റെമഡിയാണ് ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വെജിറ്റബിൾ ഷോപ്പിൽ പോകുമ്പോൾ കുമ്പളങ്ങ കാണുകയാണെങ്കിൽ കുമ്പളങ്ങ ധൈര്യമായിട്ട് എടുത്തോളൂ. ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കൂ. പിന്നെ ജ്യൂസസ് ആയിട്ടും ഒക്കെ ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ എന്താ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി, ഇനി നല്ലൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.